ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബുൽ ജനായിസ് സബഖ് 32. അത്താലിഫു മൂന്നാമത്തത്. ജനാസ നിസ്കാരത്തിന്റെ റുക്നുകളിൽ മൂന്നാമത്തത് അസ്സലാമു സലാം വീട്ടലാണ്. സലാം വീട്ടലിന് ഇവിടെ മുന്തിച്ച് പറഞ്ഞത് അത് വഖദ്ദമഹു ദിക്റൻ മഅ തഅഖുരിഹി റുത്ബത്തൻ, മർത്തബയിൽ അത് പിന്തിയതാണെങ്കിലും അതോടുകൂടി ഇവിടെ മുന്തിച്ച് പറഞ്ഞത് അത് ഇഖ്തിഫാഅൻ ബിൽ അസ്ഹാബി. ഷാഫി അസ്ഹാബ് എന്ത് ചെയ്യും? ആ അസ്ഹാബിനോട് തുടർന്നിട്ടാണ് അവർ ഫി തഖ്ദീമിഹിം മാ യഖ്ലു അലൈഹിൽ കലാമു തഖരീബൻ അൽ ഇഫാമി. കലാമ് കുറഞ്ഞതായ വിഷയങ്ങളെ അവരെന്ത് ചെയ്യും? പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനെ മുന്തിച്ച് പറയും. ആ പറയുന്ന ശൈലിയോട് തുടർന്നിട്ടാണ് മുസന്നിഫ് ഇവിടെ എന്ത് ചെയ്തത്? സലാമിനെ മുന്തിച്ച് പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് കൂടുതൽ കലാമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അത് ഹാല കൗനിഹി, ആ സലാമ് തന്നെ ആയ നിലയിൽ, ഔ വഹുവ, അല്ലെങ്കിൽ ആ സലാമ് ആകുന്നത് സലാമി വൈരിഹ, ആ ജനാസ നിസ്കാരം അല്ലാത്തതിലെ സലാമ് പോലെയാകുന്നു. ഫീമാ മർറ ഫീഹി, ആ സലാമിൻ്റെ ബാബിൽ മുമ്പ് പറഞ്ഞതായ ഒരു വിഷയത്തിൽ. അതെന്തിനാണ്? വുജൂബൻ വനദിബൻ, സലാമിൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാലും വനദിബൻ സുന്നത്തായി ചെയ്യേണ്ട കാര്യങ്ങളാലും. അവിടെ ഹാല കൗനിഹി ഔ വഹുവ എന്ന് കൊടുത്തത് രണ്ട് മദ്ഹബ് അനുസരിച്ചാണ്. അതായത് ഖബറിൽ നിന്ന് ഹാല് വരൽ ജായിസാണെന്നവരുടെ മദ്ഹബ് അനുസരിച്ചാണ് ഹാല കൗനിഹി എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ വഹുവ എന്ന് സങ്കല്പിച്ചത് അത് ഭൂരിഭാഗത്തിന്റെ മദ്ഹബ്, ഖബറിൽ നിന്ന് ഹാല് വരൽ ജായിസ് ആവൂല എന്ന മദ്ഹബിന്മേലെടുത്തിട്ടാണ് ആ വഹുവ എന്ന് അവിടെ സങ്കല്പിച്ചത്. അപ്പോൾ മറ്റ് നിസ്കാരങ്ങളുടെ സലാമ് പോലെ അതിലെന്തെല്ലാം നിർബന്ധമാണോ അത് ഇവിടെയും നിർബന്ധമാണ്, അതിലുള്ള സുന്നത്തുകൾ ഇവിടെയും സുന്നത്താണ്. പക്ഷെ ഇല്ല വ ബറക്കാത്തുഹു, സലാം വീട്ടുമ്പോൾ വ ബറക്കാത്തുഹു എന്ന ലഫ്ള് ഒഴികെ, അതിപ്പോൾ സുന്നത്തുൻ ഹുന ഫഖത്ത്, അത് ഇവിടെ മാത്രം സുന്നത്താണ്, ജനാസ നിസ്കാരത്തിന് മാത്രം സുന്നത്താണ്. അലാമ മർറ ഫീഹി, ആ സലാമിന്റെ ബാബിൽ റുക്നിൽ മുമ്പ് പറഞ്ഞ ഒന്നിന്മേൽ. അർറാബിഉ, നാലാമത്തെ റുക്ന് ഖിറാഅത്തുൽ ഫാത്തിഹത്തി, ഫാത്തിഹ ഓതലാണ്. ഫബദലുഹ, ഫാത്തിഹ അറിയില്ലെങ്കിൽ അതിന് പകരമായിട്ട് ഉള്ളത് ഓതുക. അതും അറിയില്ലെങ്കിൽ ഫൽ വുഖൂഫു ബി ഖദ്രിഹ, അതിന്റെ ഖദർ നിൽക്കുക. ഇമാം മർറഫി മബ്അസിഹ, ഫാത്തിഹയുടെ ചർച്ചയിൽ മുമ്പ് പറഞ്ഞതിന് വേണ്ടി. വറവൽ ബുഖാരിയു, ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തതിന് വേണ്ടി അന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഖറഅ ബിഹ, ഈ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ഓതി, ഹുന, ഈ ജനാസ നിസ്കാരത്തിൽ ഓതിയിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ലി തഅലമു, നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്, അന്നഹ സുന്നത്തുൻ, അത് സുന്നത്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വേറൊരു റിവായത്തിൽ ഖറഅ ബി ഉമ്മിൽ ഖുർആനി ഫജഹറ ബിഹ വഖാല ഇന്നമാ ജഹർതു ലി തഅലമു അന്നഹ സുന്നത്തുൻ എന്ന് അങ്ങനെ റിവായത്തുണ്ട്. അപ്പോൾ അത് സുന്നത്താണ് നിങ്ങൾ അറിയാൻ വേണ്ടി. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ത്വരീഖത്തുൻ മഅലൂഫത്തുൻ, അത് അറിയപ്പെട്ടതായ ഒരു ത്വരീഖാണ്, മഅലൂഫത്തായ ഇൽഫത്തുള്ളതായ ത്വരീഖാണ്, അതാ സുന്നത്ത് എന്ന് പറഞ്ഞതിനർത്ഥം. ഇബാറത്ത് അലി ശിബ്റാം ലസി ഐ ത്വരീഖത്തുൻ ശറഇയ്യത്തുൻ, ശറഇയായ ഒരു മാർഗമാണത്. വഹിയ വാജിബത്തുൻ, അത് വാജിബത്താണ്. അന്നഹ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി ഇമാം പറഞ്ഞതുപോലെ ഒരു സഹാബി പറയുന്നത് പോലെയാണെന്നാ. മിന സുന്നത്തി കഥ, സുന്നത്തിൽപ്പെട്ടതാണ് ഇന്നതെന്ന് പറഞ്ഞാൽ ഇത് എന്താകും? മർഫൂ ആകും. അത് ഖൽയൂബിയിൽ കാണാം. നബി ഇമാമിന്റെ വാക്കോട് ഉദ്ധരിച്ചിട്ടുണ്ട് ഖൽയൂബിയിൽ. അപ്പോൾ ഇത് മർഫൂ ആണെന്നർത്ഥം. വമഹല്ലുഹ, ഈ ഫാത്തിഹയുടെ ജനാസ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതേണ്ട മഹല്ല് ബാദ തക്ബീറത്തിൽ ഊല, ഒന്നാമത്തെ തക്ബീറിന് ശേഷമാണ്. വഖബില സാനിയത്തി, രണ്ടാമത്തെ തക്ബീറിന് മുമ്പും.
ലിമാ സഹ അന്ന അബാ ഉമാമത റളിയല്ലാഹു അൻഹു അബൂ ഉമാമത റളിയല്ലാഹു അൻഹു ഖാല മഹാനവറുകൾ പറഞ്ഞു അസ്സുന്നത്തു ഫി സ്വലാത്തി നിസ്കാരത്തിലുള്ള സുന്നത്ത് അലൽ ജനാസത്തി മയ്യത്തിന്റെ മേലുള്ള നിസ്കാരത്തിലുള്ള സുന്നത്ത് ഐ യഖറഅ ഫി തക്ബീറത്തിൽ ഊല ഒന്നാമത്തെ തക്ബീറത്തിൽ അവൻ ഓതലാണ് ബി ഉമ്മുൽ ഖുർആൻ കൊണ്ട് ഓതുക എന്ന ഈ ഹദീസിന് വേണ്ടി. അപ്പോൾ രണ്ടാമത്തേന് മുമ്പ് ഒന്നാമത്തെ തക്ബീറിന് ശേഷം അത് ഓതുക. വാല തഅയ്യുനിഹ ഫീഹ ഈ ഒന്നാമത്തെ തക്ബീറിൽ അത് ഈ ഫാത്തിഹ തഅയ്യുനാണ് എന്നതിൻ്റെ മേലെടുക്കുമ്പോൾ ലൗ നസിയഹ ആ ഫാത്തിഹ ഒരാൾ അവിടെ മറന്നാൽ വകബ്ബറ എന്നിട്ട് അവൻ അടുത്ത തക്ബീർ എല്ലിയാൽ ലം യുഅത്തദ ലഹു ബിശൈഇൻ മിമ്മാ യഅതി ബിഹി അതിനു ശേഷം അവൻ കൊണ്ടുവന്ന ഒന്നും തന്നെ പരിഗണിക്കപ്പെടുകയില്ല എന്ന് വരും. കമാ അഫ്അമഹു ഖൗലുഹും അവരുടെ കൗല് അങ്ങനെ മനസ്സിലാക്കി തന്നതുപോലെ. എന്താ അവരുടെ കൗല്? ഫമാ ബഅദൽ മത്റൂക്കി മത്റൂക്കിന് ശേഷമുള്ള ഒന്ന് ലഗ്വാണ് എന്ന അവരുടെ കൗല് അതിനെ മനസ്സിലാക്കി തരുന്നത് പോലെ. അപ്പോൾ ഈ ആ തഅയ്യുനായ സ്ഥലത്തും ചെയ്യാതെ ഓതാതെ പോയാൽ അപ്പോൾ അത് മത്റൂക്കിന് ശേഷം എന്താണ് കൊണ്ടുവരുന്നതെല്ലാം ലഘുവാണ് എന്ന കൗല് മനസ്സിലാക്കി തരുന്നത്. ഇവിടെ ഫാത്തിഹ വിട്ട് കഴിഞ്ഞാൽ എന്താണ് അതിന് ശേഷം കൊണ്ടുവന്ന ഒന്നും പരിഗണിക്കപ്പെടുകയില്ല എന്ന് ഈ കൗലിന്മേൽ വരും. ആ ഒന്നാമത്തെ തക്ബീറിന് ശേഷം തന്നെ തഅയ്യിനാണെന്ന് വരുമ്പോൾ. എന്നാൽ ഖുൽതു ഞാൻ പറയുന്നു തുജ്സിഉൽ ഫാത്തിഹത്തു ഫാത്തിഹ മതിയാകും ബഅദ ഗൈരിൽ ഊല ഒന്നാമത്തെ തക്ബീർ അല്ലാത്തതിന് ശേഷം എന്താകും മതിയാകുന്നതാണ്. ഒന്നാമത്തെ അല്ലാത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഏതാകാണ് രണ്ടാമത്തേലോ മൂന്നാമത്തേലോ നാലാമത്തേലോ ഒക്കെ മതിയാകുമെന്നായി. ഒന്നാമത്തെ അല്ലാത്തതാണല്ലോ. ഇങ്ങനെ ഖൗലുർ റൗളത്തി റൗളയുടെ വാക്ക് അസ്ലിഹ അസ്ൽ റൗളയുടെയും വാക്ക് ബഅദഹ ആ ഒന്നാമത്തേന് ശേഷം എന്ന് ഔ ബഅദ സാനിയത്തി അല്ലെങ്കിൽ രണ്ടാമത്തേന് ശേഷം എന്ന് ഉള്ള വാക്ക് അത് ഖറജ മഖ്റജൽ മിസാലി അത് മിസാലിന്റെ മഖ്റജിൽ പുറപ്പെട്ടതാണ്. ഒന്നാമത്തെ അല്ലാത്തതിന് ശേഷം എന്ന് പറഞ്ഞതിന്റെ മിസാലിന്റെ രൂപമാണ് അത്. എന്ത് ഒന്നാമത്തേന് ശേഷം അല്ലെങ്കിൽ രണ്ടാമത്തേന് ശേഷം മിസാൽ എന്നാണ്. അപ്പോൾ അത് ഫല യുഖാലിഫു മാ ഹുന ഇപ്പൊ ഇവിടെ പറഞ്ഞ മിൻഹാജിൽ പറഞ്ഞതിനോട് എന്തല്ല ആ പറഞ്ഞ റൗളയിൽ പറഞ്ഞത് എതിരല്ല. അവിടെ റൗളയിൽ അത് മിസാലിന്റെ രൂപത്തിൽ പറഞ്ഞതാണ്. ഖിലാഫൻ ലിമൻ സഅമ തഖാലുഫുഹുമ ആ മിൻഹാജിൽ പറഞ്ഞതും റൗളയിൽ പറഞ്ഞതും രണ്ടും പരസ്പര വൈരുദ്ധ്യമാണെന്ന് വാദിച്ചവർക്ക് എതിരായിട്ട്. അപ്പോൾ വൈരുദ്ധ്യം ഇല്ല എന്നർത്ഥം. വല്ലാഹു അലം. അപ്പോൾ ഒന്നാമത്തെ അല്ലാത്തതിന് ശേഷം ഈ ഫാത്തിഹ മതിയാകുമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാഹു ആണ് ഏറ്റവും അറിയുന്നത്. അമ്മ ഗൈറുൽ ഫാത്തിഹത്തി അപ്പോൾ ഫാത്തിഹ അല്ലാത്തത് അതെന്തിനാൽ മിന സ്വലാത്തി നബിയുടെ മേലുള്ള സലാത്തിനാൽ ഫിസാനിയത്തി രണ്ടാമത്തെ തക്ബീറിന് ശേഷം നബിയുടെ മേലുള്ള സലാത്തിനാലും ദുആഇ ഫി സാലിസത്തി മൂന്നാമത്തെ തക്ബീറിന് ശേഷമുള്ള മയ്യത്തിന്റെ മേലുള്ള ദുആഇനാലും ഇത് ഫാത്തിഹ അല്ലാത്ത ഇവകൾ ഫമുതഅയ്യിനുൻ അവകൾ തഅയ്യിനാണ്. ലാ യജൂസു ഖുലുബു മഹല്ലിഹി അതിന്റെ മഹല്ല് ഒഴിവാകൽ യാജാഉല അൻഹു ആ ഗൈറിനെ തൊട്ട് ഒഴിവാകൂല എന്നറിയാം. മഹല്ലിനെ തൊട്ട് ഒഴിവാകൂല. വലമ്മ കാനഫിൽ ഫർഖി ഇവിടെ ഫർക്ക് പറയുന്നതിനുണ്ടായപ്പോൾ ഉസ്റുൻ പ്രയാസമുണ്ടായപ്പോൾ ഇവിടെ ഫാത്തിഹയുടെയും അതേപോലെ തന്നെ ഫാത്തിഹ ഒന്നാമത്തെ റക്അത്ത് ഒന്നാമത്തെ തക്ബീറിന് ശേഷമുള്ള ഏതിലും പറ്റുമെന്ന് പറഞ്ഞല്ലോ. സലാത്തും ദുആയും ഒക്കെ അതിന്റെ മഹല്ലിൽ തന്നെ ആവണമെന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇത് തമ്മിലുള്ള ഫർക്ക് പറയൽ പ്രയാസമായപ്പോൾ അതെന്താ ഇത് രണ്ടും അതിന്റെ മഹല്ലിൽ തന്നെ ആകണം, മറ്റേത് ഏതെങ്കിലും ഒന്നിലും ആകാം എന്ന് പറഞ്ഞതിന് ഫർക്ക് പറയണമല്ലോ. അപ്പൊ അത് ആ ഫർക്ക് പറയൽ പ്രയാസമായപ്പോൾ ഇഖ്താറ കസീറൂന അധികം ഫുഖഹാക്കളും മുഖ്താറാക്കി അൽ അവ്വല ഇവിടെ ആദ്യം പറഞ്ഞ അഭിപ്രായത്തെ, അതായത് ഒന്നാമത്തെ തക്ബീറിന് ശേഷം രണ്ടാമത്തെ തക്ബീറിന് മുമ്പ് ഫാത്തിഹ ഓതണം
എന്ന് പറഞ്ഞ അഭിപ്രായത്തെയാണ് മുഖ്താറാക്കിയത്, ഈ ഫർക്ക് പറയൽ പ്രയാസമായതുകൊണ്ട്. വജസമ ബിഹിൽ മുസന്നിഫ്, നവവി ഇമാം എന്ത് ചെയ്തു, മുസന്നിഫ് അതിനെ ആ ഒന്നാമത്തെ അഭിപ്രായത്തെ ജസ്മ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നഫ്സുഹു, മുസന്നിഫ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫി തിബിയാനിഹി, മുസന്നിഫിന്റെ തിബിയാൻ എന്ന ഗ്രന്ഥത്തിൽ എന്ത് ചെയ്തു, ഗസാലി ഇമാമോട് പിന്നെ ഷെർവാനിയിൽ കാണാം, പിന്നെ തബഅല്ലി ലാഹിരി കലാമിൽ ഗസാലി ഇമാമിന്റെ കലാമിന്റെ ലാഹിറിനോട് താബിയായിട്ട് ഈ ഒന്നാമത്തെ അഭിപ്രായത്തെ തിബിയാനിൽ മുസന്നിഫ് എന്ത് ചെയ്തിട്ട് ജസ്മ ചെയ്ത് പറഞ്ഞിട്ടുമുണ്ട്. വന്തസർ ലഹുൽ അദറവി ഇമാം അതിന് സഹായകമായിട്ടുണ്ട്. വൈറുഹു അദറവി ഇമാം അല്ലാത്തവരും അതിന് സഹായകമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ അപ്പോൾ ഇവിടെ ഫർക്ക് പറയ പ്രയാസമായതുകൊണ്ടാണ് അവിടെ കസീർ ആയ ഫുഖഹാക്കൾ അവ്വലിനെ മുഖ്താറാക്കിയെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ വഖദു യുഫ്റഖു, എന്നാൽ ചുരുക്കത്തിൽ അവിടെ ഫർക്ക് പറയപ്പെടാം. എങ്ങനെ? ബി അന്നൽ ഖസ്ത ബി സ്വലാത്തി, ഇവിടെ നിസ്കാരം കൊണ്ടുള്ള ഉദ്ദേശ്യം ഈ മയ്യത്ത് നിസ്കാരം കൊണ്ടുള്ള ഉദ്ദേശം ഷഫാഅത്തു, ഈ മയ്യത്തിന് വേണ്ടി ശുപാർശ ചെയ്യലാണ്. അതുപോലെ വദ്ദുആഉ, പ്രാർത്ഥിക്കലുമാണ് ഇതിൽ മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. മയ്യത്തിന് വേണ്ടിയുള്ള ശുപാർശയും അതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുമാണ് മയ്യത്ത് നിസ്കാരം കൊണ്ടുള്ള ഉദ്ദേശ്യം. പിന്നെ വസ്സലാത്തു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സലാത്താകുന്നത് വസീലത്തുൻ ലി ഖബൂലിഹി, ആ പ്രാർത്ഥന സ്വീകരിക്കാനുള്ള ഒരു മാധ്യമവും കൂടിയാണ്. അതുകൊണ്ടാണ് വമിൻ സമ്മ, ഈ കാരണം കൊണ്ടാണ് സുന്നൽ ഹംദു ഖബലഹ, ഈ സലാത്തിന് മുമ്പ് ഈ മയ്യത്ത് നിസ്കാരത്തിൽ തന്നെ സലാത്തിന് മുമ്പ് ഹംദ് എല്ലൽ സുന്നത്താക്കപ്പെട്ടിട്ടുണ്ട്. കമാ എത്തിയതിനു ശേഷം വരും. അപ്പോ ഇങ്ങനെ ദുആയും മയ്യത്തിന് വേണ്ടിയുള്ള ദുആയും ശുപാർശയൊക്കെ ആയതുകൊണ്ട് ഫതഅയ്യന മഹല്ലഹുമ, അതിന്റെ രണ്ടിന്റെയും മഹല്ലിൽ എന്തായി, തഅയ്യിനായി അൽ വാരിദാനി ഫീഹി, ആ മഹല്ലിൽ വാരിദായ രണ്ട് കാര്യവും തഅയ്യിനായി. അനിസ് സലഫി, ആരെ തൊട്ട് വാരിദായി, അനിസ് സലഫി വൽ ഖലഫി, സലഫിനെയും ഖലഫിനെയും തൊട്ട് വാരിദായത് ആ മഹല്ലിൽ എന്താകും, തഅയ്യിനാകും. ഇഷ്ആറൻ ബിദാലിക, അതുകൊണ്ട് അറിയിക്കാൻ വേണ്ടിയിട്ട്, ആ മഹല്ലിൽ തഅയ്യിനായ കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യണം, അത് ചൊല്ലണം. ബി ഖിലാഫിൽ ഫാത്തിഹത്തി, എന്നാൽ ഫാത്തിഹയ്ക്കെതിരായിട്ട്. ഫലം യതഅയ്യന ലഹ, അപ്പോൾ ആ ഫാത്തിഹയ്ക്ക് എന്തായിട്ടില്ല, തഅയ്യനായിട്ടില്ല, മഹല്ലുൻ ഒരു മഹല്ല് തഅയ്യനായിട്ടില്ല. ബൽ യജൂസു, ജായിസാണ്, ഖുലൂബുൽ ഊല, ഒന്നാമത്തെ തക്ബീറിന് ഒഴിവാകൽ ജായിസാണ്, അൻഹ, ആ ഒന്നാമത്തെ തക്ബീറിന് ശേഷമുള്ള സമയം, പിന്നെ എന്തിനെ തൊട്ട്, അൻഹ ഈ ഫാത്തിഹയെ തൊട്ട് ഒഴിവാകൽ ജായിസാണ്. വന്ദിമാമുഹ, ആ ഫാത്തിഹയെ ചേർക്കലും ജായിസാണ്. ഇല വാഹിദത്തിൻ മിന സലാസത്തി, ബാക്കിയുള്ള 3 തക്ബീറിൽ നിന്നുള്ള ഏതെങ്കിലും ഒന്നിലേക്ക് അതിനെ കൂട്ടലും ജായിസാണ്. അത് ഇഷ്ആറൻ, അത് തന്നെ ഇഷ്ആറൻ അയ്ളൻ, അത് തന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ത്, വീണ്ടും ഈ അന്നൽ ഖിറാഅത്ത, ഈ മയ്യത്ത് നിസ്കാരത്തിൽ ഖിറാഅത്ത് ദഖീലത്തുൻ ഫീ ഹാദിഹി സലാത്തി, ഈ മയ്യത്ത് നിസ്കാരത്തിൽ എന്താണ്, അത് ദഖീലത്താണ്, അത് പ്രവേശിപ്പിക്കപ്പെട്ടതാണ്, ബിദ്അത്ത് മഖ്സൂദ് അതല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. വമിൻ തമ്മ, ഇക്കാരണം കൊണ്ടാണ് ലം തുസന്ന ഫീഹി സൂറത്തു, ഈ മയ്യത്ത് നിസ്കാരത്തിൽ എന്ത് ചെയ്തത്, സൂറത്ത് സുന്നത്താക്കപ്പെടാതിരുന്നത് കാരണം കൊണ്ടാണ് എന്നിങ്ങനെ ഒരു ഫർക്ക് എന്ത് ചെയ്യാം, പറയപ്പെടാം. ആ ഫർക്ക് പറഞ്ഞതിനെ തന്നെ ഷെർവാനി അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ ഇത്റാദ് ചെയ്യുന്നുണ്ട്. ഖദ് യുനാഖിഷു ഫി ഹാദൽ ഫർഖി ബി അന്നൽ ഖുർആന മിൻ അഅ്ളമിൽ വസായിലി, ഖുർആൻ അഅ്ളമുൽ വസായിലാണല്ലോ. വലിദാ സുന്ന ലി സാഇരിൽ മയ്യിത്തി, മയ്യത്തിനെ സിയാറത്ത് ചെയ്യുന്നവന് പിന്നെ സുന്നത്താണ് യഖ്റഅ, അവന് ഖുർആൻ ഓതലും യദുവ ദുആ ചെയ്യലും ഒക്കെ സുന്നത്താണല്ലോ. പിന്നെ വാദമു സുന്നി സൂറത്ത്, ഇവിടെ സൂറത്ത് സുന്നത്തില്ല എന്ന് പറഞ്ഞത് മയ്യത്ത് നിസ്കാരത്തിൽ അത് തഖ്ഫീഫുൻ ലായിക്കും ബി തലബിൽ ഇസ്രാഇ ബിൽ ജനാസത്തി, മയ്യത്തിനെ കൊണ്ട് ഇസ്രാ വേണമെന്ന് പറഞ്ഞതിനോട് ലായിക്കായ തഖ്ഫീഫിനെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന്. അപ്പോൾ ഈ ഫർക്ക് പറഞ്ഞതും എന്താണ്, ശരിയല്ല എന്ന് പറഞ്ഞ് ഇത്റാദ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മേളിൽ എന്ത് ചെയ്തത്, പിന്നെ ഈ ഫർക്ക് പറയൽ പ്രയാസമായതുകൊണ്ട് അക്സർ കസീറും അവലിനെ മുഖ്താറാക്കിയെന്ന് പറഞ്ഞത്. ഏതായാലും ഇവിടെ നബിമാമു പിന്നെ മുത്തമതാക്കിയത് പിന്നെ രണ്ടാമത് പറഞ്ഞു തന്നെ. പിന്നെ ഇനി അൽ ഖാമിസു, അഞ്ചാമത്തത് അസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചെല്ലലാണ്. അണലി അന്നഹു മിന സുന്നത്തി, അത് സുന്നത്തിൽപ്പെട്ടതാണ്.
കമാ റവാഹുൽ ഹാക്കിം. ഹാക്കിം എന്നവർ അതിനെ റിപ്പോർട്ട് ചെയ്ത പോലെ അൻ ജംഇ മിന സ്വഹാബത്തി റളിയല്ലാഹു അൻഹും, ഒരു കൂട്ടം സഹാബത്തിനെ തൊട്ടത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വസഹഹഹു, അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഹാക്കിം എന്നവർ സഹിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അവൻ നബിതങ്ങളുടെ മേൽ സലാത്ത് ബഅദ സാനിയത്തി, രണ്ടാമത്തതിന് ശേഷം, രണ്ടാമത്തെ തക്ബീറിന് ശേഷമാണ് നബിതങ്ങളുടെ മേൽ സലാത്ത് ചെല്ലേണ്ടത്. ഐ അഖിബഹ, രണ്ടാമത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ അഖിബഹ, രണ്ടാമത്തതിൻ്റെ ഉടനെ. അപ്പോൾ പല തുജുസി ഫി ഗൈരിഹ, രണ്ടാമത്തെ അല്ലാത്തതിൽ എന്താകൂല, സലാത്ത് കൊണ്ടുവന്നാൽ സഹിയാകൂല. ലിമാ തഖററ മിൻ തഅയ്യുനിഹ ഫിഹ, ഈ രണ്ടാമത്തിൽ തന്നെ ആ സലാത്ത് തഅയ്യിനാണ് എന്ന് മുമ്പ് സ്ഥിരീകരിച്ച ഒന്നിനു വേണ്ടി. ഈ ഖിലാഫിൽ ഫാത്തിഹത്തി, ഫാത്തിഹയ്ക്കെതിരായിട്ട് ഫില്ലൂല, ഒന്നാമത്തേൽ ഫാത്തിഹ കൊണ്ടുവരുന്നതിന് ഖിലാഫായിട്ട് അവിടെ അത് തഅയ്യിനാകുന്നില്ല. അപ്പോൾ ഫസഅമു ബിനാഇ ഹാദ, ഈ പിന്നെ സ്വലാത്ത് രണ്ടാമത്തേൽ തഅയ്യിനാകും എന്ന് പറഞ്ഞതിനെ എടുത്തത് അലാ തഅയ്യിനിൽ ഫാത്തിഹത്തുൽ ഊല, ഒന്നാമത്തേൽ ഫാത്തിഹ തഅയ്യിനാകും എന്നതിൻ്റെ മേലെടുത്തിട്ടാണ് ഇത് എന്ന് പറഞ്ഞത്. യുറദ്ദു, അതിനെ റദ്ദ് ചെയ്യപ്പെടുന്നുണ്ട്. ഇമാ ഖദ്ദംതുഹു ആനിഫ, ഞാൻ ഇപ്പോൾ നേരത്തെ മേളിൽ പറഞ്ഞ ഒന്നുകൊണ്ട് അതിനെ റദ്ദ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന്മേലെ എടുത്തിട്ടല്ല എന്നർത്ഥം. വസ്സഹീഹു, സഹീഹ് അന്ന സ്വലാത്ത അലൽ ആലി, ആലിൻ്റെ മേലുള്ള സ്വലാത്ത് ലാ തജിബു, അതെന്തില്ല, നിർബന്ധം ഇല്ല. അവിടെ നിൽക്കട്ടെ.